നമസ്കാരം. മുല്ലപ്പെരിയാർ അണക്കെട്ട് തകരുമെന്ന ഭീതി പ്രചാരണവുമായി വീണ്ടും തൽപരകക്ഷികൾ ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ ചൂണ്ടിക്കാട്ടുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഗൂഗിൾ മാപ്പ് ഇമേജ് വച്ചുകൊണ്ടാണ്. ഗൂഗിൾ മാപ്പിൽ മുല്ലപ്പെരിയാർ ശകലം വളഞ്ഞാണത്രേ ഇരിക്കുന്നത്. കൂടെ LKG വിദ്യാർത്ഥികൾ തയ്യാറാക്കുന്ന നിലവാരം പോലുമില്ലാത്ത ചില AI നിർമ്മിത വീഡിയോകളുമുണ്ട്. അതോടൊപ്പം കൊച്ചി വരെ ഒലിച്ച് അറബിക്കടലിൽ ചേരുമെന്ന പതിവ് വാദങ്ങളുമൊക്കെയുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ മുല്ലപ്പെരിയാർ ഭീതി പ്രചാരണ ആചരണം കടന്നു വന്നിരിക്കുന്നത്. ഗൂഗിൾ മാപ്പിൽ കാണുന്ന ആ വളവ് കഴിഞ്ഞ വർഷത്തെ മാപ്പിൽ ഇല്ലായിരുന്നു അത്രേ. ഈ വർഷം മാപ്പ് അപ്ഡേറ്റ് ചെയ്യപ്പെട്ടപ്പോൾ ഡാമിന് ഒരു വളവ് വന്നു എന്നാണ് പറയുന്നത്. ഒപ്പം ഏതോ ഒരു ഡാം എന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചുവരിൽ കീറലുകൾ രൂപപ്പെട്ട ചിത്രവും പ്രചരിപ്പിക്കുന്നുണ്ട്. ഗൂഗിൾ മാപ്പിൽ കാണുന്ന അത്രയും വളവുണ്ടായാൽ ഇത്രയും ചെറിയ കീറലുകൾ മാത്രമേ ഉണ്ടാകൂ എന്നൊന്നും ചോദിച്ചു കളയരുത്. മതങ്ങളുടെയും മുല്ലപ്പെരിയാർ ഡാമിന്റെയും കാര്യത്തിൽ യുക്തി പ്രയോഗിക്കരുത് എന്നാണ്. കണ്ണടച്ച് വിശ്വസിക്കണം പോലും. എന്തായാലും അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. മുല്ലപ്പെരിയാർ സംബന്ധിച്ച പഴകിത്തേഞ്ഞതും കോടതിയുടെയും മറ്റും പരിധിയിലിരിക്കുന്നതുമായ കാര്യങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ അതേക്കുറിച്ച് മറുപടി പറയുന്നില്ല. നമുക്ക് ഈ ഗൂഗിൾ മാപ്പിന്റെ സംഗതി പരിശോധിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഹുഡ് കനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന നിർമ്മിതിയാണ്. വടക്ക് പടിഞ്ഞാറൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പടിഞ്ഞാറൻ വാഷിംഗ്ടണിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഫ്ലോട്ടിംഗ് പാലമാണിത്. ഒളിമ്പിക് കിഡ്സാപ്പ് ഉപദ്വീപുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന പാലം. ഇനി ഇതിന്റെ 2019 എടുത്ത ഒരു ഗൂഗിൾ മാപ്പ് ഇമേജിന്റെ സ്ക്രീൻഷോട്ട് കാണാം. ഇത് പ്രകാരം ഹുഡ് കനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. എന്നാൽ സംഗതി ഒരു ടെക്നിക്കൽ ഗ്ലിച്ചാണ്, അതായത് ഒരു സാങ്കേതിക പിഴവ്. ഈ സാങ്കേതിക പിഴവ് ചൂണ്ടിക്കാട്ടി ഈ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ ഒരു യൂസർ ഗൂഗിൾ സപ്പോർട്ടിൽ ഇത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആർക്കും ഗൂഗിളിൽ തിരഞ്ഞാൽ കാണാവുന്നതാണ്. എന്തായാലും നിലവിൽ ഗൂഗിൾ മാപ്പിൽ ഹുഡ് കനാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരാത്ത നിലയിലാണ്. അത് സംബന്ധിച്ച സാങ്കേതിക പ്രശ്നം ഗൂഗിൾ പരിഹരിച്ചിട്ടുണ്ട്. ഇത്തരം സാങ്കേതിക പിഴവുകൾ സംബന്ധിച്ച നിരവധി ഉദാഹരണങ്ങളുണ്ട്. നമ്മുടെ കൊച്ചിയിൽ തീരത്തോട് ചേർന്ന് ഒരു ദ്വീപ് കടലിൽ നിന്നും പൊങ്ങി വരുന്നു എന്ന ഒരു ഗൂഗിൾ മാപ്പ് കാഴ്ച ആരും മറന്നുപോകാനിടയില്ല. ഒരു സാങ്കേതിക പിഴവാണതെന്ന് ഗൂഗിൾ തന്നെ വിശദീകരിക്കുകയും പിന്നീട് അത് ശരിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ മാപ്പ് ഇമേജുകൾക്ക് ആധാരമായ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ത്രിമാന ദൃശ്യങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ ചിത്രത്തിലുള്ള വെള്ളത്തിലും മറ്റുമുണ്ടാകുന്ന റിഫ്ലക്ഷനുകൾ എന്നിങ്ങനെ നിരവധി കാരണങ്ങളാൽ ഇത്തരം വളവുകളും തിരിവുകളും കാണാക്കാഴ്ചകളുമെല്ലാം ഗൂഗിൾ മാപ്പ് ഇമേജുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇതെല്ലാം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കയ്യിലുള്ള സ്മാർട്ട് ഫോണിൽ തന്നെ ഒന്ന് തിരഞ്ഞാൽ മതി. സാങ്കേതിക വിദ്യാഭ്യാസമുള്ള ആളുകളാണ് ഈ മണ്ടത്തരം ഷെയർ ചെയ്യുന്നതും ആശങ്കപ്പെടുന്നതും എന്നതാണ് യഥാർത്ഥ തമാശ. ഈ മണ്ടത്തരം വിളിച്ചു പറഞ്ഞയാൾ പേരിനൊപ്പം അഡ്വക്കേറ്റ് എന്ന് ചേർത്തിരിക്കുന്നതായി കണ്ടു. ഗൂഗിൾ മാപ്പിലെ ഈ തെളിവ് അത്രയും സത്യസന്ധമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ തെളിവുമായി അദ്ദേഹം തന്നെ കോടതിയെ സമീപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏതു കാര്യത്തെ സമീപിക്കുമ്പോഴും വിവേകപൂർവം സമീപിക്കുക. വികാരപരമായി സമീപിച്ചാൽ നിങ്ങൾ പറ്റിക്കപ്പെടാൻ, അതായത് കബളിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം.